ബനാന ഹൽവ. പഴം കൊണ്ട് ഒരു അടിപൊളി ഹൽവ ഉണ്ടാക്കിയാലോ? വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹൽവയാണ്. ഇതിനായി ഞാൻ രണ്ട് നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കേണ്ടതാണ്. അതിനൊരു മിക്സിയിൽ നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വന്നാൽ അതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഴം അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വേവിപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കണം. അത് നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഴത്തിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കുറേയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടത് ആദ്യം, പിന്നെ ബാക്കി ഇടുന്നുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തൊന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഞാൻ 2 സ്പൂണ് കോൺഫ്ലവർ കലക്കിയെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിലേക്ക്. ഈ കോൺഫ്ലവർ ലായനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പഴം മിക്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കോൺഫ്ലവർ മിക്സ് ലായനിയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ ഒഴിച്ചാൽ ഈ പഴം ഒന്നും കൂടി കട്ട പിടിക്കും, ഒട്ടിപ്പിടിക്കില്ല. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതും കുറവായിരുന്നു, അതിന് നോക്കിയിട്ടുണ്ടായിരുന്നു. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഓൾമോസ്റ്റ് റെഡിയായി. പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങി. ഒട്ടിപ്പിടിക്കാതെ വിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ബബിൾസും വരുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക്, ബൗളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഹൽവ മിക്സ് മാറ്റണം. ഇപ്പോൾ ഹൽവ മിക്സ് റെഡി ആയിട്ട് അത് നമുക്ക് ഇനി ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് നിരപ്പാക്കി കൊടുക്കണം. തണുത്ത് വരണം. ഒന്ന് നന്നായി ഒന്ന് ഷേപ്പാക്കി കൊടുത്ത് തണുക്കാൻ വെക്കണം. ഞാൻ റൂം ടെമ്പറേച്ചർ തന്നെയാണ് തണുപ്പിച്ചത്. ഇപ്പോൾ തണുത്ത് വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇത് ഒഴിക്കുന്ന മുമ്പേ നെയ്യ് പേട്ടം മറന്നുപോയി. അതുകൊണ്ട് അങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഷേപ്പ് മാറാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹൽവയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ഹൽവയാണ്. നിങ്ങൾക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവ തന്നെയാണ് ഈ ബനാന ഹൽവ, പഴം ഹൽവ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.